ഏയ് മീര, അത് മഹാദേവ് വർമ്മയല്ലേ, വർമ്മ ഗ്രൂപ്പ്സിന്റെ MD? ആ അതെ. അദ്ദേഹം എന്താ ഇവിടെ? നല്ല ഉഗ്രം ചോദ്യമായി ചോദിക്കുന്നേ. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നീ 3 മാസമല്ലേ ആയുള്ളൂ ഇവിടെ വന്നിട്ട്, അതുകൊണ്ടാ ഈ ചോദ്യം. നീ ഒന്ന് തെളിയിച്ച് പറ മീര, അദ്ദേഹം എന്താ ഇവിടെ? നമ്മുടെ അഗ്നി സാറിന്റെ അച്ഛനാ ഈ മഹാദേവൻ സാറ്. ശരിക്കും? ഈസ് ഹി എ സൺ? ഇനി നിനക്ക് മനസ്സിലാവാൻ ഞാൻ ഇംഗ്ലീഷിൽ പറയണോ? ഓ ഒന്ന് പോടി. എന്നിട്ട് അദ്ദേഹത്തെ ഈ 3 മാസത്തിന്റെ ഇടക്ക് ഇവിടെ കണ്ടിട്ടേ ഇല്ലല്ലോ. അതിന് അദ്ദേഹം വല്ലപ്പോഴൊക്കെ ഇവിടേക്ക് വരാറുള്ളൂ. എന്തിനു പറയണം, അഗ്നി സാറ് പോലും അങ്ങനെയല്ലേ, വല്ലപ്പോഴും അല്ലേ ഇവിടേക്ക് വരാറുള്ളൂ. അപ്പോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ അതിനല്ലേ ഹരി സാറുള്ളത്. ഇനി സാറിന്റെ ഒട്ടുമിക്ക കമ്പനികളിലും ഇങ്ങനെ തന്നെയാ. സാറിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളായിരിക്കും അവിടുത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്. ഇവിടുത്തെ കാര്യം തന്നെ നോക്ക്, ഹരി സാർ മുഖേന ഇവിടെ നടക്കുന്ന A to Z കാര്യങ്ങളും അഗ്നി സാർ അറിയും. അഗ്നി സാർ അതിനു വേണ്ട തീരുമാനങ്ങൾ എടുക്കും. ഹരി സാറ് മുന്നും പിന്നും നോക്കാതെ അത് നടപ്പിലാക്കും. വാവ്, അടിപൊളി. അപ്പോ വെറുതെ അല്ല ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും വലിയൊരു ബിസിനസ്മാൻ ആവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. മതി, ഇനിയും സംസാരിച്ച് നിന്നാലേ ഹരിസാർ നമ്മളെ പിടിച്ച് ഫയർ ചെയ്യും. 5 മണിക്ക് മുന്നേ സബ്മിറ്റ് ചെയ്യാനുള്ള 2 ഫയൽസാ ഉള്ളത്. ഗുഡ് മോർണിംഗ് ഹരി. ഗുഡ് മോർണിംഗ് സർ. അയ്യോ, സാറ് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരുമായിരുന്നല്ലോ. ഇറ്റ്സ് ഓക്കെ ഹരി, ഞാൻ ഇവിടെ എറണാകുളത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അജു വിളിച്ചത്. എങ്കിൽ പിന്നെ ഇവിടെ ഒന്ന് കയറിയിട്ട് പോവാം എന്ന് കരുതി. അജു പറഞ്ഞു ഫയൽസിലൊക്കെ എന്തൊക്കെയോ മിസ്മാച്ചസ് ഉണ്ടെന്ന്. വാട്ട് ഹാപ്പൻഡ്? അത് പിന്നെ നമ്മുടെ പുതിയ പ്രോജക്റ്റിൽ ഒരു 2 crores മിസ്സിങ് കാണുന്നുണ്ട്. അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഏതായാലും എല്ലാം പെട്ടെന്നായിക്കോട്ടെ. അവൻ്റെ സ്വഭാവം അറിയാലോ. 2 ദിവസത്തിനുള്ളിൽ അവൻ ഇങ്ങെത്തും. അവൻ എത്തിക്കഴിയുമ്പോൾ തൻ്റെ പക്കലൊരു ഉത്തരവില്ലെങ്കിൽ ഹരി നീയാണെന്ന് പോലും നോക്കില്ല അവൻ. അതിനെക്കുറിച്ച് ആലോചിച്ച് പേടിക്കേണ്ടതില്ല. കാര്യങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ചില കൺഫർമേഷൻസ് കൂടി ആവശ്യമുള്ളൂ. എന്തായാലും സാറ് വരുമ്പോഴേക്കും ഒരു ഉത്തരവുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അല്ല, ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? എല്ലാം ഓക്കെയാണ് സർ. 2-3 പ്രോജക്റ്റ് കൂടി തീർക്കാനുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ അഗ്നി സാർ വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? എങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. അദ്ദേഹം വന്ന കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കുമല്ലോ. യെസ്. എന്നാ ഹരി, ഞാൻ ഇറങ്ങട്ടെ. വൈകുന്നേരത്തിന് മുന്നേ തിരുവനന്തപുരത്ത് എത്താനുള്ളതാ. എങ്കിൽ ഓക്കെ. എന്ത് അപ്ഡേഷൻസ് ഉണ്ടെങ്കിലും ഞാൻ സാറിനെ അറിയിച്ചോളാം. എന്നാ പിന്നീട് കാണാം. നീ ഇന്ന് പോകുന്നില്ലേ? ഉച്ച കഴിഞ്ഞ് പോവാന്നാ വിചാരിക്കണേ. ഇന്നാ ഗായുവിൻ്റെ ഫീസ് അടക്കാൻ പറഞ്ഞ ദിവസം. പണിക്കരേട്ടനോട് കുറച്ച് പണം ചോദിച്ചിട്ടുണ്ട്. അത് വാങ്ങിയിട്ട് വേണം പോവാൻ. ഇന്നലെ ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നത് എന്താ ചെയ്യുന്നേ? അതിപ്പോൾ പണിക്കരേട്ടനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. അതിപ്പോൾ ചോദിച്ചിട്ട് എന്തെടുക്കാനാ? ഒരു കടം തീർക്കാൻ മറ്റൊരു കടം. എൻ്റെ കൃഷ്ണ, ഇതൊക്കെ തീർന്നിട്ട് എന്തെങ്കിലും ഒന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുമോ ആവോ? ഞാൻ ഇറങ്ങുക. ഗൗരി, നീ എത്തിയോ? അദ്ദേഹം ചായ കുടിക്കുക. കയറിയിരിക്കുക. നിനക്കൂടി അല്പം എടുക്കട്ടെ? അയ്യോ വേണ്ട സുഭദ്രേച്ചി, ഞാൻ കഴിച്ചിട്ടാ വന്നേ. എങ്കിൽ ഞാൻ അദ്ദേഹത്തോട് പോയി പറഞ്ഞിട്ട് വരാം. ആയിക്കോട്ടെ. നിങ്ങളിത് കഴിഞ്ഞോ? ആ കുട്ടി വന്നിട്ടുണ്ട്. അവൾ എത്തിയോ? പിന്നെ സുഭദ്രേ, നീ ഒരു കാര്യം ചെയ്യ്. മുറിയിലെ മേശപ്പുറത്ത് ഞാൻ കുറച്ച് പണം വെച്ചിട്ടുണ്ട്. അതിങ്ങ് എടുത്തിട്ട് വാ. ഒത്തിരി നേരമായോ ഗൗരി നീ എത്തിയിട്ട്? ഇല്ല പണിക്കരേട്ടാ, ഇപ്പം വന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് കടയിലേക്ക് പോണില്ലേ? പോണം. ഉച്ച കഴിഞ്ഞിട്ട് പോവാന്നാ വിചാരിക്കണേ. ഇതാ പണം. ഗൗരി, ഇതിപ്പോ നീ ചോദിച്ചത്രയും വരില്ല. ബാക്കി തുക ദിവാകരനോട് ചോദിച്ചിട്ടുണ്ട്. 2 ദിവസം ആവും കിട്ടാന്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അത് കുഴപ്പമില്ല പണിക്കരേട്ടാ. കുറച്ചെങ്കിലും അടയ്ക്കുമ്പോൾ ചിലപ്പോൾ അവർ ഇനിയും സാവകാശം തരുന്നുണ്ടാവും.
പിന്നെ പണിക്കരേട്ടാ, ബാങ്കിൽ നിന്ന് ഇന്നലെ നോട്ടീസ് വന്നിരുന്നു. 1 മാസം കൊണ്ട് പലിശയടക്കം മുഴുവൻ പണം അടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യുമെന്നാ പറയണേ. എന്താ ചെയ്യുക? നീ ഒരു കാര്യം ചെയ്യ ഗൗരി, കോളേജിൽ പോയതിന് ശേഷം ബാങ്കിലോട്ട് വാ, ഞാൻ അവിടെ ഉണ്ടാവും. നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. ആയിക്കോട്ടെ, എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ കേട്ടോ സുഭദ്രേച്ചി, ഞാൻ പോവാ. പാവം കുട്ടി, എല്ലാത്തിനും ഓടി നടക്കാൻ അവൾ ഒരാളേ ഉള്ളൂ. എന്താ ചെയ്യുക, വിധി തന്നെ. നോക്കൂ ഗൗരി, ഇനിയും സാവകാശം വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ ഇന്റേണൽ എക്സാം ആണ്. ഫീസ് പെൻഡിങ് ഉള്ള കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കേണ്ടെന്നാണ് മാനേജ്മെന്റിന്റെ ഓർഡർ. ഞങ്ങൾക്കത് കേൾക്കാതിരിക്കാൻ കഴിയില്ല. 1 ആഴ്ച കൂടി സമയം തന്നാൽ മതി, അതിനുള്ളിൽ അടച്ച് തീർത്തോളാം. 1 ആഴ്ച കഴിഞ്ഞും നിങ്ങളിത് പറയില്ലെന്ന് എന്തുറപ്പാ ഉള്ളത്? തീർച്ചയായിട്ടും പറയില്ല. 2 ദിവസത്തിനുള്ളിൽ ബാക്കി പണം കൂടി കിട്ടും. കിട്ടിയാൽ ഉടനെ ഞങ്ങൾ കൊണ്ടുവന്ന് അടച്ചോളാം. നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഓക്കെ, സമയം തരാം. പക്ഷേ വീണ്ടും ഇത് ആവർത്തിക്കരുത്. ആവർത്തിച്ചാൽ ഞങ്ങൾക്കിടപെടാൻ കഴിയില്ല. എങ്കിൽ ശരി. പിന്നെ അവളെ ഒന്ന് കാണാൻ പോയി കണ്ടോളൂ. ക്ലാസ് അറിയാലോ, ആ ക്യാൻറ്റീനപ്പുറത്തുള്ള. ഓ അറിയാം. എങ്കിൽ ശരി, ഇറങ്ങട്ടെ. ചേച്ചി. ആ ഗായു, നിന്നെ കാണാൻ ഞാൻ ക്ലാസ്സിലേക്ക് വരികയായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് ബ്രേക്ക് ടൈമാ. ഞാൻ ക്യാൻറ്റീനിലുണ്ടായിരുന്നു, അപ്പോഴാണ് ഞാൻ കണ്ടേ. ഇന്നലെ വിളിച്ചപ്പോഴൊന്നും നീ ഇന്ന് വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അമ്മ ഓർത്തിട്ടുണ്ടാവില്ല, ഇന്നാ ഫീസ് അടക്കാൻ പറഞ്ഞ ദിവസം. അതാ ഞാൻ വന്നേ. ഏതായാലും വന്നതല്ലേ, നിന്നെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. നിനക്ക് വല്ല പോക്കറ്റ് മണി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ? ഇപ്പം എനിക്ക് പോക്കറ്റ് മണീൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇതുപോലത്തെ സാരി എടുത്ത് ഇങ്ങോട്ട് വരരുതെന്ന്? നിനക്ക് അമ്മയുടെ സാരി വല്ലതും എടുത്ത് വന്നോടായിരുന്നോ? എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാ? ഇവിടുത്തെ കുട്ടികളുടെ വീട്ടിലെ സെർവൻസിന് പോലും ഉണ്ടാവില്ല ഇത്രയും നരച്ച സാരി. അയ്യോ, തിരക്കിനിടയിൽ ഓടിപ്പോന്നപ്പോൾ ഞാനത് ഓർത്തില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എങ്കിൽ ഞാൻ പോട്ടെ. ഇനിയിപ്പോൾ ആരും എന്നെ കാണണ്ട. ചിലപ്പോൾ കണ്ട ബാക്കിയുള്ള കുട്ടികൾ നിന്നെ കളിയാക്കിയാലോ. ഞാൻ പോട്ടെ, ഞാൻ പോവാ. ആ, താൻ എണീറ്റോ? നിങ്ങൾക്ക് ആരാ? എന്താ നിങ്ങൾക്ക് വേണ്ടേ? എന്തിനാ എന്നെ ഇവിടെ? താനിങ്ങനെ പേടിക്കില്ലേ? പ്രത്യേകിച്ചൊന്നും വേണ്ട. ഞങ്ങളൊരു ചോദ്യം ചോദിക്കും, താൻ അതിനൊരു ഉത്തരം പറയും. നല്ല രീതിയിൽ ഉത്തരം പറഞ്ഞാൽ തന്നെ ഞങ്ങൾ വെറുതെ വിടും. അതല്ല വിളച്ചിലെടുക്കാനാ പരിപാടിയെങ്കിൽ നാളത്തെ സൂര്യോദയം താൻ കാണണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് നിങ്ങൾ അറിയ പോലും ഇല്ല. നിങ്ങൾക്ക് ആൾ മാറിയതായിരിക്കും. AD ഗ്രൂപ്പ്സിൽ 3 മാസം മുമ്പ് ജോയിൻ ചെയ്ത ഡെന്നിസ് അലക്സ് താൻ തന്നെയല്ലേ? അപ്പം ഞങ്ങൾക്ക് ആൾ മാറിയിട്ടില്ല. പിന്നെ ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, AD ഗ്രൂപ്പും RK ഗ്രൂപ്പും തമ്മിലുള്ള പുതിയ പ്രൊജക്റ്റിൽ ഒരു 2 കോടി മിസ്സിങ് ഉണ്ടല്ലോ ഡെന്നിസേ. അത് നീ ആർക്കാ കൊടുത്തേ? അതുമാത്രം പറഞ്ഞാൽ മതിയെന്നേ. പെട്ടെന്ന് പറഞ്ഞ് എനിക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ പോവാം. അതല്ലെങ്കിൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. 2 കോടിയോ? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ മനസ്സിലാക്കി തന്നാൽ മതിയോ മിസ്റ്റർ ഡെന്നിസ് അലക്സ്? നീ ചെയ്തതൊന്നും ഞങ്ങൾ അറിയില്ലെന്ന് വിചാരിച്ചു. അത്രയ്ക്ക് പൊട്ടന്മാരാണ് ഞങ്ങളെന്ന് കരുതിയോ? എന്നാൽ ഡെന്നിസേ, നിനക്ക് തെറ്റി. നീ കളിച്ചത് എനിക്കെതിരെയാണ്. എനിക്കെതിരെ കളിച്ചവരെയൊന്നും ഞാൻ വെറുതെ വിട്ടിട്ടില്ല. നിന്നെയും വെറുതെ വിടാൻ പോകുന്നില്ല. അഗ്നി, അതിന് സമയമായിട്ടില്ല. നമുക്ക് നോക്കാം അവൻ പറയോ ഇല്ലയോ എന്ന്. എന്നെയൊന്നും ചെയ്യരുത്, ഞാൻ പറയാം. വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ഇത് പിടിക്കും. ഞാൻ ഡിസ്മിസൽ ഓർഡർ. നീ പറഞ്ഞതിൽ കുറച്ചെങ്കിലും സത്യമുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് നിന്നെ വെറുതെ വിടുന്നത്. ഇനി മേല AD ഗ്രൂപ്പ്സിൻ്റെ ചുറ്റുവട്ടത്ത് പോലും നിന്നെ കണ്ടുപോകരുത്. മനസ്സിലായല്ലോ? അലി, ഇവനെ എങ്ങോട്ടേക്കായെന്ന് വെച്ചാൽ കൊണ്ടു ചെന്നാക്കിയേക്ക്. അതെ, ഈ വിശ്വനാഥ സാറിനെ ഒന്ന് കാണാൻ അപ്പോയിൻമെൻ്റ് എടുത്തതായിരുന്നോ? അയ്യോ അല്ല, അപ്പോയിൻമെൻ്റ് എടുക്കണമെന്നൊന്നും അറിയില്ലായിരുന്നു. സോറി, അപ്പോയിൻമെൻ്റ് എടുക്കാതെ കാണാൻ പറ്റില്ല. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നാണ് വരണേ. സാറിനെ കാണാൻ വേണ്ടി മാത്രമാണ് വന്നേ. കാണാതെ തിരിച്ചു പോവാന്ന് പറയുമ്പോൾ ശരി, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണേ. ഞാൻ സാറിനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. ആയിക്കോട്ടെ.
എന്താ ഗൗരി അവർ പറഞ്ഞത്? മുൻകൂട്ടി പറയാതെ കാണാൻ പറ്റില്ല എന്ന് അവർ സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈശ്വര, കണ്ടാ മതിയായിരുന്നു. കേട്ടോടോ വർക്കിച്ച, ഞാൻ നമ്മുടെ പുഴക്കരയിലെ ആ 10 ഏക്കറിലായോ അതങ്ങ് വാങ്ങിച്ചു. മിനിഞ്ഞാന്നായിരുന്നു രജിസ്ട്രേഷൻ. ആ, അത് ഞാൻ ഉറപ്പിച്ചതാ. നിനക്കതിൻ്റെ മേലൊരു കണ്ണുണ്ടെന്ന് എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ അതിൻ്റെ പുറകെ പോവാതിരുന്നേ. അതിന് പോവാതിരുന്നത് നന്നായി വർക്കിച്ച. കാരണം ഈ വിശ്വനാഥൻ കണ്ടു മോഹിച്ചതൊന്നും വിട്ടു കൊടുത്തിട്ടില്ല. എന്ത് വില കൊടുത്തു ഇടിച്ചടക്കിയിട്ടേ ഉള്ളൂ. കേട്ടോടോ വിശ്വനാഥ, അവിടെ ഒരു റിസോർട്ട് പൊങ്ങിയ നീ ഭാഗ്യവാനാ. ലാഭം കൊയ്യ. എക്സ്ക്യൂസ് മീ സർ, ഒരു വിസിറ്റർ ഉണ്ട്. ഈ സമയത്ത് ഇപ്പോൾ ഇതാരാ? വിസിറ്റർ ഉള്ളതായിട്ടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. അത് പിന്നെ സാർ, അവർ നല്ല ദൂരെ നിന്നാണ് വരുന്നത്. അവർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. ആ, ഏതായാലും താൻ വരാൻ പറയാം. അല്ല, അത്യാവശ്യമുള്ളവർ വല്ലതും ആയിരിക്കും. ഞാനൊരു ബുദ്ധിമുട്ടാണോ? ഏയ്, അത് വേണ്ടപ്പെട്ടവരൊന്നും ആയിരിക്കില്ല. താൻ ഇവിടെ ഇരിക്കേണ്ട വർക്കിച്ചോ. സാർ, ആ വരൂ, ഇരുന്നോളൂ. ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അതൊന്നും കുഴപ്പമില്ലെന്നേ. ചില ദിവസങ്ങളിൽ ബിസിനസ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്പം തിരക്കായിരിക്കും. അപ്പോൾ പിന്നെ നിങ്ങളെപ്പോലെയുള്ളവർ വന്നാലും കണ്ടില്ലെന്ന് വരും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നിങ്ങൾ വന്ന കാര്യം? ഞങ്ങൾ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. ഇവളുടെ അച്ഛൻ കുറച്ച് വർഷം മുമ്പേ സാറിൻ്റെ തിരുവനന്തപുരത്തുള്ള ബാങ്കിൽ നിന്ന് അവരുടെ വീടും പുരയിടവും ഒക്കെ വെച്ച് കുറച്ച് പണം കടമായിട്ട് എടുത്തിരുന്നേ. പിന്നെ അവൻ്റെ അസുഖവും ചികിത്സയും മരണവും ഒക്കെ ആയപ്പോഴേക്കും അടവങ്ങ് തെറ്റി. പിന്നെയും ഈ കുറച്ച് ചില്ലറയൊക്കെ വല്ലപ്പോഴും ഒക്കെ അടച്ചിരുന്നു. ഇപ്പോൾ മുതലും പലിശയൊക്കെ കൂടി ഒരു വലിയൊരു തുക തന്നെയുണ്ട്. അതുമാത്രമല്ല, മൊത്തമായിട്ട് 1 മാസത്തിനുള്ളിൽ അടച്ചിട്ടില്ലെങ്കിൽ വീടും പുരയിടവും ഒക്കെ ജപ്തി ചെയ്യുമെന്നാണ് പറയണേ. കുറച്ചെങ്കിലും സാവകാശം നീട്ടി കിട്ടിയിരുന്നെങ്കിൽ. വീട്ടിലാണെങ്കിൽ ഈ കൊച്ചും അമ്മയും അവളുടെ ഒരു അനിയത്തിയും മാത്രമല്ലേ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുക പറയുമ്പോൾ ബാങ്കിൽ പോയിരുന്നേ. അവിടെ സംസാരിച്ചപ്പോൾ അവരാ പറഞ്ഞത് ഇവിടെ വന്ന് സാറിന് കണ്ട എന്തെങ്കിലും തീരുമാനമായേക്കുന്ന്. അതാ ഞങ്ങൾ ഇത്രയും ദൂരം. ഇതൊക്കെ ബാങ്കിൻ്റെ ഓരോ നിയമങ്ങളനുസരിച്ചല്ലേ നടക്കുന്നേ. നമ്മളങ്ങനെ ആർക്കും സാവകാശമൊന്നും കൊടുക്കാറില്ല. പിന്നെ നിങ്ങളിങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് വേണമെങ്കിൽ നമുക്കൊരു കുറച്ച് മാസങ്ങളൊക്കെ നീട്ടിത്തരാം. അത് മതി. കുറച്ച് പണം ഇപ്പം ഞങ്ങളുടെ പക്കലുണ്ട്. അത് ഞങ്ങൾ അടച്ചേക്കാം. ബാക്കി പണം കൂടി കണ്ടെത്താനുള്ള കുറച്ച് സാവകാശം അത്രേ വേണ്ടുള്ളൂ. അല്ലേ ഗൗരി? ഇപ്പോൾ നിങ്ങളുടെ പക്കൽ എത്ര രൂപ കാണും? ഇപ്പോൾ ഒരു 2 ലക്ഷം രൂപയാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. ബാക്കി തുക ഒരു 6-7 മാസത്തിനുള്ളിൽ അടച്ചോളാം. ശരി, നിങ്ങളിപ്പോൾ ധൈര്യമായിട്ട് ചെല്ല്. ഞാൻ അവരെ വിളിച്ച് സംസാരിച്ചോളാം. ബാക്കി തുക ഈ 1 വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും അടച്ചു തീർത്താൽ മതി. അയ്യോ, എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന്? അയ്യോ, അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. നമ്മുടെ മുന്നിലേക്ക് സഹായം തേടി വരുന്നവരെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ലല്ലോ. നിങ്ങളിപ്പോൾ ചെല്ല്. എങ്കിൽ ഞങ്ങളങ്ങോട്ട് വരട്ടെ. നല്ല സാറാ അല്ലേ പനിക്കരേട്ട? ദൈവം നമ്മുടെ കൂടെ ഉണ്ട് കുട്ടി. അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊന്നും ശരിയാവില്ലായിരുന്നു.